Languages usually have a number of dialects or varieties depending on the size of the area where it is spoken. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിന് ഷുവറായിട്ടും സാധാരണയായിട്ടും ഒരുപാട് ഡയലക്ട്സ് ഉണ്ടാവാറുണ്ട്. ആ ഏരിയ ആ ഏരിയയിൽ എന്തോരം ആളുകൾ സംസാരിക്കുന്നുണ്ട്, ആ ഒരു ബേസിസിൽ ഏരിയ എത്രയുണ്ട് ആ ബേസിസിലൊക്കെ ലാംഗ്വേജസിന് ഒരുപാട് നമ്പർ ഓഫ് ഡയലക്ട്സ് ഉണ്ടാവും അല്ലേ. പലവരും പല രീതിയിലാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോഴും പറയാറുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, അവിടെയൊക്കെ പലവരും ആ ഒരു ഏരിയയിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡയലക്റ്റാണ് അവർ യൂസ് ചെയ്യുക. ഇംഗ്ലീഷ് ഹസ് നമ്പർ ഓഫ് വെറൈറ്റീസ്. അതേപോലെ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലേ, ഒരുപാട് ആക്സൻസ് ഉണ്ട്. ബ്രിട്ടീഷ് ആക്സെൻ്റ് ഉണ്ട്, അമേരിക്കൻ ആക്സെൻ്റ് ഉണ്ട്, ഇന്ത്യൻ ആക്സെൻ്റ് വേറൊരു ടൈപ്പ് അല്ലേ. അപ്പോൾ ഒരുപാട് ആക്സെൻറ്റ്സ് ഉണ്ട് അല്ലേ. But the standard English known as received pronunciation, standard English received pronunciation എന്നാ പറയുക, RP, is that of the educated natives of South East England. ഇംഗ്ലണ്ടിലെ, അതായത് ആ ഒരു UK ആക്സെൻ്റ് എന്ന് പറയുന്നത്, അത് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്നറിയപ്പെടുന്നത്. റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ, അതിലാണ് BBC ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ് എന്ന് പറയുന്നത്, അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇംഗ്ലീഷിനൊരു എക്സാമ്പിളായിട്ട് പറയാറുള്ളത് ഈ പറയുന്ന UK ഈ ഒരു ആക്സെൻ്റാണ്. അത് ആരാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് നേറ്റീവ്സ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ ആളുകളുടെ ഒരു വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ആണ്, ഒരു ഡയലക്റ്റാണ്. ചൈനീസ് ആർ 6 മേജർ ഡയലക്ട്സ്. ചൈനീസ് എന്ന് പറയുന്ന ഈ ലാംഗ്വേജിനും 6 മേജർ ഡയലക്ട്സ് ആണുള്ളത്. ദ സ്റ്റാൻഡേർഡ് വെറൈറ്റി ഓഫ് വിച്ച് ഇസ് ടോട്ട് ആസ് എ ഫസ്റ്റ് ലാംഗ്വേജ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് വെറൈറ്റിയാണ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്നത്. ആൻഡ് റീജിയണൽ വെറൈറ്റീസ് സെക്കൻഡ് ലാംഗ്വേജ്. അതേപോലെ പല റീജിയനിലുള്ള വെറൈറ്റീസ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് പഠിക്കാറ്. In this context, Bloomfield arrived at the conclusion that for the native speakers of substandard dialectal English, acquisition of standard English is a real problem. അപ്പോൾ ഇങ്ങനെയൊരു കോണ്ടെക്സ്റ്റിൽ ബ്ലൂംഫീൽഡ് ഒരു കൺക്ലൂഷൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഡയലക്റ്റിക്കൽ ഇംഗ്ലീഷ്, സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയലക്റ്റിക്കൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നേറ്റീവ് സ്പീക്കേഴ്സിന് അക്വിസിഷൻ ഓഫ് സെക്കൻഡ് ലാംഗ്വേജസ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഇസ് എ റിയൽ പ്രോബ്ലം. നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ആണ്, നമ്മളതിൽ ഫിക്സ്ഡ് ആണ്, നമുക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ശരിക്കുള്ള വേറൊരു സംഭവം അതിലേക്ക്, ഇപ്പോൾ സബ്സ്റ്റാൻഡേർഡ് ഓക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കൊരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് അത് അവർക്കൊരു പ്രോബ്ലമാണ്. അക്കിൻ ടു ദാറ്റ് ഓഫ് സ്പീക്കിംഗ് എ ഫോറിൻ ലാംഗ്വേജ്. അതായത് ഫോറിൻ ലാംഗ്വേജ് സംസാരിക്കുന്നത് പോലെ തന്നെ ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഒരു ഡിഫിക്കൽറ്റി ആണ് ഈ പറയുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. അവർ സബ്സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഓക്കെയാണ്. അപ്പോൾ അവർക്ക് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് ഫോറിൻ ലാംഗ്വേജ് സംസാരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പ്രോബ്ലം തന്നെയാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ ഡയലക്റ്റ് നമ്മുടെ ഇന്ന ഡയലക്റ്റാണ്, നമ്മൾ അതിൽ നിന്നൊരു മാറി വേറൊരു ഡയലക്റ്റിലേക്ക് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് പറ്റില്ലല്ലോ. അതാണ് ഒരു ഫോറിൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു നമ്മുടെ ലാംഗ്വേജിൽ നിന്ന് മാറി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോഴ്സ് നമ്മൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിട്ട് തോന്നും. While teaching a second language or foreign language, the objective is communicative and instrumental. നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് പഠിപ്പിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീവ് എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടെന്നുള്ളതുണ്ട്. അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റൽ ആണ് അല്ലേ, ആ ഒരു ആവശ്യം എനിക്ക് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കൾച്ചറൽ ഓർ ലിറ്റററി ഗോൾസ് ആർ മിനിമൈസ്ഡ്. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത് കൾച്ചറൽ ആയിട്ടുള്ള ഗോൾസിന് വേണ്ടിയിട്ടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഇസ് എ സെക്കൻഡ് ലാംഗ്വേജ് ബട്ട് വി ആർ നോട്ട് ഡിഫ്യൂസിങ് ദ ഇംഗ്ലീഷ് കൾച്ചറിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്? അല്ല, ഇംഗ്ലീഷ് കൾച്ചർ ഉണ്ടാവാനായിട്ടല്ല അത് പഠിക്കുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ അതേപോലെ ഇൻസ്ട്രുമെൻ്റൽ എന്നുള്ളൊരു എയിമാണ്. അത് എവിടെയൊക്കെ ആവശ്യമെന്നോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. There are countries in the world where people have 2 first languages and more than 1 second language. ഒരുപാട് രാജ്യങ്ങളിൽ ഫസ്റ്റ് ലാംഗ്വേജ് 2 എണ്ണം ഉണ്ട്, അതേപോലെ സെക്കൻഡ് ലാംഗ്വേജ് 1 കൂടുതലുണ്ട്. അങ്ങനെ ഒരുപാട് കൺട്രീസ് ഉണ്ട്. ബൈലിംഗ്വലിസം ഇസ് എ സ്പെഷ്യൽ സ്കിൽ. അപ്പോൾ ബൈലിംഗ്വലിസം 2 ലാംഗ്വേജൊക്കെ അറിയാം, 2 ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആയിരിക്കാം.
ഇതൊരു സ്പെഷ്യൽ ഒരു സ്കില്ലാണ്. ആൻഡ് ഹാവിങ് 2 ലാംഗ്വേജസ് ആസ് ഫസ്റ്റ് ലാംഗ്വേജ് ഇസ് റെയർ അക്കോർഡിംഗ് ടു ഹോഗൻ. ഹോഗൻ പറയുന്നത് 2 ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഒരാൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് റെയർ ആണ്. ദ മോസ്റ്റ് പ്രൊനൗൺസ്ഡ് distinction between a first language and a second or a foreign language depends on the context of their acquisition. ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ പറയുന്നതാണ്. അതായത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റഡ് വരുന്നത്. സോ ഈ ഒരു പാരഗ്രാഫ് നോക്കണമെന്നില്ല. ഇഫ് എ സെക്കൻഡ് ലാംഗ്വേജ് ഇസ് അക്വയർഡ് ഏർലി ഇറ്റ് വിൽ ബി സൈക്കോളജിക്കലി മോർ ഇൻഫ്ലുവൻഷ്യൽ. സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് നേരത്തെ പഠിക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി ഇൻഫ്ലുവൻഷ്യൽ ആണ് സൈക്കോളജിക്കലി എന്നാണ് പറയുന്നത്. ഡിഫിക്കൽട്ടീസ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് സൊല്യൂഷൻസ്. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ കാരൽ, ബ്രിട്ടീഷ് കൗൺസിൽ, says that there are probably more people in the world who are bilingualists or monolingual than there are monoglots. അതായത് ബൈലിംഗ്വലിസ്റ്റ് ആയിട്ടുള്ളതിലും അതേപോലെ മോർലിംഗ്വൽ ആയിട്ടുള്ള ആളുകളും കൂടുതലുണ്ട് കേട്ടോ. മോണോഗ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് മാത്രം സംസാരിക്കുന്ന ആളുകൾ, അത് മാത്രം അറിയുന്നവർ. ബൈലിംഗ്വലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ലാംഗ്വേജസ് സംസാരിക്കാൻ അറിയുന്നവർ. മോർലിംഗ്വൽ എന്ന് പറഞ്ഞാൽ 2 കൂടുതൽ ലാംഗ്വേജസ് അറിയുന്നവരാണ്. അപ്പോൾ അത് കുറേ പേരുണ്ട്. മോണോഗ്ലോട്ട്സിനേക്കാൾ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ പറയുന്ന ബൈലിംഗ്വലിസ്റ്റ്, മോർലിംഗ്വൽ ഈ പറയുന്ന ആളുകളൊക്കെ. There are many countries where children use one language at home, another in the market, and a third during play and so on. കുറേ രാജ്യങ്ങളിൽ കുട്ടികൾ വീട്ടിൽ ഇപ്പോൾ ഒരു മലയാളം അറിയുന്ന ഒരു മലയാളി കുട്ടി UK പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ ഒരു ഇത് ആലോചിച്ച് നോക്കാം. വീട്ടിലെ പാരൻസൊക്കെ ആയിട്ട് മലയാളം സംസാരിക്കുന്നതായിരിക്കും. മാർക്കറ്റ്, പുറത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ലാംഗ്വേജ് സംസാരിക്കും. കളിക്കാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ വേറെ, അങ്ങനെയായിരിക്കും അവർ പല രീതിയിൽ പല കോണ്ടെക്സ്റ്റിൽ പല ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഉണ്ടാവും. Communication being a biological necessity, there is no reason why a second language would be difficult. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ, നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ബയോളജിക്കലി മനുഷ്യന് ആവശ്യമുണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നതിൽ ഡിഫിക്കൽട്ടി എന്താണെന്ന്, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്നുള്ളതിന് ഇന്നൊരു പെർട്ടിക്കുലർ റീസൺ എന്ന് പറയാൻ പറ്റില്ല. Perhaps it may be difficult in classroom because of the artificial environment that might exist. ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. കാരണം അതൊരു ആർട്ടിഫിഷ്യൽ സിറ്റുവേഷനാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. പക്ഷെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറലാണ്, സ്പോണ്ടേനിയസ് ആണ്, കോണ്ടെക്സ്റ്റൊക്കെ നാച്ചുറലി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഫ്ലുവൻസി കുറച്ചധികം നമുക്ക് കിട്ടും, നല്ല ഫ്ലുവൻസി കിട്ടും. കുറച്ചധികം എന്നല്ല, ഫ്ലുവൻസി നന്നായിട്ടുണ്ടാവും. പക്ഷേ സ്കൂൾ ക്ലാസ് റൂം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അതുകൊണ്ട് അത്രയും ഫ്ലുവൻസി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ദെൻ ക്വൈറ്റ് ഓഫൻ the student does not know about his future use of second language. അതേപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ഈ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ഫ്യൂച്ചർ യൂസിനെ പറ്റി അറിയണമെന്നില്ല. ടു എൻകൗണ്ടർ ദിസ് പ്രോബ്ലം ഇറ്റ് ഷുഡ് ബി മേഡ് ക്ലിയർ ദാറ്റ് സെക്കൻഡ് ലാംഗ്വേജസ് ഓൾസോ ഇസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻലി കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു എയിമാണ്. സിറ്റുവേഷണൽ ടീച്ചിങ് ഇസ് വെരി ക്രൂഷ്യൽ ഇൻ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് റൂം. സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് റൂമിൽ സിറ്റുവേഷണൽ ടീച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സിറ്റുവേഷണൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എന്നുള്ളതിന് മാറി കുറച്ചുകൂടി സ്പോണ്ടേനിയസ് ആയിട്ടും കുട്ടികൾക്ക് നാച്ചുറലായിട്ടും കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആ ഒരു അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് സിറ്റുവേഷണൽ ടീച്ചിങ്. ഇറ്റ് ഗിവ്സ് ഓപ്പർച്യൂണിറ്റി ടു ഷോ ഹൗ ആൻഡ് വെൻ ദ ലാംഗ്വേജ് ഇസ് യൂസ്ഡ്. എങ്ങനെയാണ്, എപ്പോഴാണ് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടും, ഐഡിയ കിട്ടും. മിയർലി ടീച്ചിങ് ദ പ്രിസ്ക്രൈബ്ഡ് മാറ്റർ വിത്തിൻ ദ 4 walls ഓഫ് എ ക്ലാസ് റൂം വിൽ നോട്ട് സെർവ് ദ പേർപ്പസ്. ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൻ്റെ 4 walls അകത്തിരുന്നു കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കാനുള്ള പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സെക്കൻഡ് ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആവുമോ? ഇല്ല. ദ ലിമിറ്റേഷൻ ഓഫ് ടൈം ഇൻവോൾവ് ഫോർ ക്ലാസ് റൂം ടീച്ചിങ് ഓൾസോ ഹാസ് ടു ബി കോമ്പൻസേറ്റഡ്. അതായത് കുട്ടിക്ക് പഠിപ്പിക്കുന്ന ആ ഒരു ടൈമും ടീച്ചറിന് പഠിപ്പിക്കാൻ വേണ്ടി കിട്ടുന്ന ആ ഒരു ടൈമും കൂടെ കോമ്പൻസേറ്റ് ചെയ്യണം. This could be made possible by motivating children to hear and use the new language outside the class also.
അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിയെ ക്ലാസ് റൂമിൻ്റെ അകത്തല്ല പുറത്തും സെക്കൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാനായിട്ട് കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യണം. സച്ച് ആൻ എക്സ്പോഷർ ഇസ് ഷുവർ ടു റീഇൻഫോഴ്സ് ദ എക്സ്പീരിയൻസസ് ഗെയിൻഡ് ഫ്രം ദ ക്ലാസ് റൂം. അതായത് അങ്ങനെ ഒരു എക്സ്പോഷർ വേണം കുട്ടിക്ക്, അല്ലേ? എന്നാലാണ് ആ കുട്ടിക്ക് ക്ലാസ് റൂമിൻ്റെ അകത്തു നിന്നുണ്ടായ ആ എക്സ്പീരിയൻസിനെയൊക്കെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പുറത്ത് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവണം. ഇഫ് ദ ടീച്ചർ കോറിലേറ്റ്സ് ഇൻസ്ട്രക്ഷൻ വിത്ത് റിയൽ ലൈഫ് സിറ്റുവേഷൻ, ദാറ്റ് ടു വിൽ ഫെസിലിറ്റേറ്റ് മാസ്റ്ററി. റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഇൻസ്ട്രക്ഷൻസുമായിട്ട് കണക്ട് ചെയ്താൽ, ഇപ്പം ഞാൻ കുട്ടിയോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അയാളുടെ ലൈഫിലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണെങ്കിൽ എന്താ ഗുണം? ദാറ്റ് ടു വിൽ ഫെസിലിറ്റേറ്റ് മാസ്റ്ററി. അങ്ങനെ ആ കുട്ടിക്ക് പഠിക്കാം. ഇൻ ഷോർട്ട്, ദ ലേണേഴ്സ് ഷുഡ് എക്സ്പീരിയൻസ് ഹൗ ദ ലാംഗ്വേജ് വർക്ക്സ്. ലേണേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെയാണ് ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ദ ടീച്ചർ ഷുഡ് ഗെറ്റ് ക്ലിയർ ഇൻസൈറ്റ് ഇൻ ടു ദ മീൻസ് ഓഫ് ഡെവലപ്പിംഗ് സ്കിൽസ് ഓഫ് ഫസ്റ്റ് ലാംഗ്വേജ്. അതായത് എങ്ങനെയാണ് ഫസ്റ്റ് ലാംഗ്വേജ് കുട്ടി ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ ടീച്ചറിന് ഉണ്ടായിക്കഴിഞ്ഞാൽ, ആൻഡ് ദിസ് ഷുഡ് ബി അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് ഓൾസോ. അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി ആ സെയിം രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ് പറയുന്നത്. ദർ ആർ സം ഏരിയാസ് ഓഫ് ഡിഫിക്കൽറ്റി. അപ്പോൾ കുറച്ച് ഏരിയാസ് ഓഫ് ഡിഫിക്കൽറ്റി ഉണ്ട്. അതെവിടേക്കാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ലേണിങ്ങിനെ പറ്റിയിട്ടാണ്, അതെങ്ങനെ പഠിക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചു പോയാൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഏതൊക്കെയാണ് പോയിൻറ്റ്സ് എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു പോയിൻ്റ് നോക്കാം എന്ന് തോന്നുന്നത് നിങ്ങൾ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് എഴുതാം. ദെൻ എന്തൊക്കെയാണ് വേറെ കുറച്ച് ഏരിയാസ് ഓഫ് ഡിഫിക്കൽറ്റി എന്ന് നോക്കാം. ലിംഗ്വിസ്റ്റിക് ഡിഫിക്കൽറ്റീസ് സ്പെസിഫിക് ടു സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ഡിഫിക്കൽറ്റീസ് എമർജിങ് ബൈ കമ്പാരിസൺ വിത്ത് ദ ഫസ്റ്റ് ലാംഗ്വേജ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് ലേണിങ്ങുമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഡിഫിക്കൽറ്റീസ് ഓഫ് സൗണ്ട്സ് വിച്ച് ആർ ഡിസ്റ്റിങ്വിഷ്ഡ് ഇൻ സെക്കൻഡ് ലാംഗ്വേജ് ബട്ട് ആബ്സെൻ്റ് ഇൻ ദ ഫസ്റ്റ് ലാംഗ്വേജ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജിൽ സൗണ്ട് പഠിക്കാനുള്ള ഒരു ഡിഫിക്കൽറ്റി, പക്ഷേ അത് ഫസ്റ്റ് ലാംഗ്വേജിൽ നമുക്ക് സൗണ്ട്സ് പഠിക്കാൻ ഡിഫിക്കൽട്ടാണോ? അല്ല. ദ സ്റ്റുഡൻറ്റ് ഇസ് ലൈക്ലി ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അപ്രോക്സിമേറ്റ് സൗണ്ട് ഇൻ വൺ ഫോർ എ സിമിലർ സൗണ്ട് ഇൻ ദി അതർ. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന സൗണ്ട് തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിലും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇങ്ങനൊരു കാര്യമുണ്ട് അല്ലേ? നമ്മൾ മലയാളം ഇപ്പോൾ മിക്ക ആളുകളും ഇപ്പോൾ ഫാൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഫ അല്ല, ഇറ്റ്സ് ഭ ആണ്. അപ്പോൾ ആ ഒരു ഭ സൗണ്ട് ഇംഗ്ലീഷിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ മദർ ടങ്ങിന് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ്. മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ എന്ത് പറയുമ്പോഴും വരും. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള സൗണ്ടാണെന്ന് കണ്ടാൽ ആ മലയാളത്തിലെ സൗണ്ട് അങ്ങോട്ടേക്ക് യൂസ് ചെയ്യുന്നുള്ളതാണ്. ലേണിംഗ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സെക്കൻഡ് ലാംഗ്വേജ് ഹാസ് നോ റീസംബ്ലൻസ് വിത്ത് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ അതിന് ഫസ്റ്റ് ലാംഗ്വേജായിട്ട് ഒരു റിലേഷനും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെയൊക്കെ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും തമ്മിൽ എന്തൊരു വ്യത്യാസമോ. ഗ്രാമർ ഇസ് റിയലി എ മേജർ ഏരിയ ഓഫ് ഡിഫിക്കൽറ്റി. എപ്പോഴും എല്ലാവർക്കും പ്രശ്നം വരുന്നത് ഗ്രാമർ പഠിക്കാനാണ്. സം ലാംഗ്വേജസ് ലൈക്ക് അറബിക് ആർ ഹൈലി ഇൻഫ്ലെക്ഷണൽ. അറബിക് എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഭയങ്കര ഇൻഫ്ലെക്ഷണലാണ്. അതായത് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ഇൻഫ്ലെക്റ്റഡ് വേർബ് ഫോംസ്. അറബിക്കിൽ ഒരുപാട് ഇൻഫ്ലെക്ഷൻസ് ഉണ്ട്, കുറേ വേർബ്സ് വരുന്നുണ്ട് അറബിക്കിൽ. ഇംഗ്ലീഷ് ഇസ് വെരി ഫ്യൂ സച്ച് ഫോംസ് ഓഫ് വേർബ്സ്. പക്ഷേ ഇംഗ്ലീഷിനോ ഇതേപോലെ ഭയങ്കരമായിട്ടും വേർബൊക്കെ ഇല്ല. മോസ്റ്റ് ഓഫ് ദം ആർ മെയ്ഡ് ബൈ ദി യൂസ് ഓഫ് ഓക്സിലിയറീസ്. ഓക്സിലിയറീസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ കാര്യം ഓക്കെയാണ്. പക്ഷേ ഇംഗ്ലീഷ് ഹസ് ടെൻസ് ഫോംസ് ഓൺലി. ഇംഗ്ലീഷിൽ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റുമേ ഉള്ളൂ. ഇറ്റ് ഹസ് നോ ക്ലിയർ ഫ്യൂച്ചർ ടെൻസ് ഫോം. ക്ലിയർ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ടെൻസ് ഫോം ഇല്ല. ഫ്യൂച്ചർ ടൈം ഇസ് സിഗ്നിഫൈഡ് ബൈ ഓക്സിലിയറീസ്. ഓക്സിലിയറീസ് ആണ് നമ്മൾ കൂടുതലും ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ഓർ ബൈ അതർ ടെക്നിക്സ്, അല്ലെങ്കിൽ വേറെ ടെക്നിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഇൻഫ്ലെക്ഷൻസ് ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഗ്രാമർ അല്ല ഇംഗ്ലീഷിൻ്റെ. So, for a foreign student who learns English, form and meaning, tense and time have to be made clear. ഒരു സ്റ്റുഡൻറ്റ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആക്കി കുട്ടിക്ക് കൊടുക്കണം, എന്നാലാണ് പറയാൻ പറ്റുള്ളൂ.
വൊക്കാബുലറി ഓൾസോ പോസസ് പ്രോബ്ലംസ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ്. വൊക്കാബുലറി എന്ന് പറയുന്നതും ചില സമയത്ത് പ്രോബ്ലമാണ്. എ വേർഡ് മേ ഹാവ് സെവറൽ മീനിങ്സ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്, സംടൈംസ് ഈവൻ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ വേർഡ് യൂസ് ചെയ്തു, പക്ഷേ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആ വേർഡിന് ആ ഒരു മീനിങ് ആയിരിക്കാം, പക്ഷേ വേറൊരു കോണ്ടെക്സ്റ്റിൽ ആ വേർഡ് യൂസ് ചെയ്തതിന് വേറൊരു മീനിങ് ആയിരിക്കാം. സിമിലർ വേർഡ്സ് വരുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. Then idioms and prepositions pose greater difficulties. For example, the verbs run, get, go, etc. will give many different meanings when different adverbial particles accompany them. ഈ പറയുന്ന റൺ, ഗെറ്റ്, ഗോ എന്നൊക്കെ പറയുന്ന നമ്മൾ ഇഡിയംസും പ്രപ്പോസിഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പലതിനും പല മീനിങ്സ് പല സമയത്ത് വരാറുണ്ട്. ഇഡിയംസ് ആൻഡ് ക്ലീഷേഴ്സ് ഓൾസോ ഗിവ് പ്രോബ്ലംസ് ടു സ്റ്റുഡൻസ്. ഇഡിയംസ് പഠിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് അല്ലേ? ഇഡിയം നോക്കിക്കുക, ഒരെണ്ണം പറയാം, ഇറ്റ്സ് പോറിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ആ ഒരു ഇഡിയമിൻ്റെ മീനിങ് എന്താണ്? പൂച്ചയും പട്ടിയും വീഴുന്നു എന്നാണോ? അല്ല, ഭയങ്കര മഴ, ഹെവി റെയിൻ എന്ന് പറയാനാണ് അല്ലേ? പക്ഷെ നമ്മളവിടെ ക്യാറ്റ്സ് ഡോഗ്സ് എന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വേറെ മീനിങ് ആണ്. നമ്മൾ ആ വാക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് കേൾക്കുമ്പോൾ ഇതാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. അത് ഡിഫിക്കൽട്ടാണ്, പെട്ടെന്ന് ഒരാൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവണമെന്ന് ഇല്ല. Then the impact of social, cultural, personal factors will definitely influence the learning progress of student progress positively or negatively. ഒരാളുടെ സോഷ്യൽ, കൾച്ചറൽ, പേഴ്സണൽ ഫാക്ടേഴ്സ് എല്ലാനും അയാളുടെ ലേണിംഗ് പ്രോഗ്രസ്സിനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും, പോസിറ്റീവ്ലിയും എഫക്റ്റ് ചെയ്യും. The features and attitudes of the teacher have a great influence on the students. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും കുട്ടികളെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യും. From the above facts we can understand that the teaching learning process of English, our second language, is a complex one compared to acquisition of first language. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഇത് പഠിക്കാൻ ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കുന്ന പോലെ ഈസി അല്ല, ടഫാണ്. At the same time, overcoming the complexities by sustained effort and suitable methodology will solve this complexity. എന്നാലും ഇതെല്ലാം ഓവർകം ചെയ്യണം, നല്ലപോലെ എഫേർട്ട് എടുത്ത് ഇത് ഓവർകം ചെയ്യണം. And will make the challenge a matter of intense pleasure, will becomes highly rewarding. ഈ പറയുന്ന ചലഞ്ച് എല്ലാം നമ്മൾ ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഹൈലി റിവാർഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. നിങ്ങൾ വായിക്കുക, ഒരു തവണയെങ്കിലും ടെക്സ്റ്റ് ഫുള്ളായിട്ട് വായിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. താങ്ക് യു ഓൾ.